ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 28 ലക്ഷ്മീ സ്വയംവരവും അമൃത പ്രാദുർഭാവവും. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദശകത്തിൽ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആദ്യം കാളകൂട വിഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ശ്ലോകം. ശ്ലോകം 1. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തത്നിപപൗ ഭവത്പ്രിയാർത്ഥം. ഗരളം തരളാനലം പുരസ്താത് ജലധേഹി ഉദ്വിജകാള കാളകൂടം അമര സ്തുതി വാദ മോദ നിഘ്നഃ ഗിരിശഃ തത് നിപപൗ ഭവത്പ്രിയാർത്ഥം. പുരസ്താത് ആദ്യമായിട്ട്, അതായത് ആ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കെ ആദ്യമായിട്ട് ഉദതേ ആ സമുദ്രത്തിൽ നിന്ന് തരളാനലം ഇളകുന്ന അഗ്നിജ്വാലകളോടുകൂടിയ തീജ്വാലകളോടുകൂടിയ കാളകൂടം കാളകൂട വിഷം ഉദ്വിജകാള പുറത്തേക്ക് വന്നു എന്ന്. ഗിരിശ ആ സമയത്ത് ശ്രീ പരമേശ്വരൻ അമരസ്തുതിവാദ ദേവന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ടുണ്ടായ മോദ നിഘ്നഃ സന്തോഷത്തിന് അധീനനായി തത് ആ വിഷത്തെ ഭവത്പ്രിയാർത്ഥം ഭഗവാനെ അവിടുത്തെ പ്രീതിക്ക് വേണ്ടി നിപപൗ പാനം ചെയ്തു എന്ന്. അപ്പോ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കെ ദേവന്മാരും അസുരന്മാരും ശ്രമിച്ചിട്ടും ശരിയായ വിധത്തിൽ മഥനം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് പാലാഴി മഥനം ചെയ്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ആദ്യമായി സമുദ്രത്തിൽ നിന്നും ഇളകി വന്നത് ആ ഒരു തീജ്വാലകളോടുകൂടിയ കാളകൂട വിഷമായിരുന്നു. ആ ഉഗ്രവിഷത്തെ ആര് സ്വീകരിക്കും എന്ന് ആലോചിച്ച് അവർ ദേവന്മാരും അസുരന്മാരും ഒരുപോലെ വിഷമിച്ചു. ഈ ആപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ മഹാദേവന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ അവർ മഹാദേവനെ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു. ആ സ്തുതി കേട്ട് സംപ്രീതനായ സന്തുഷ്ടനായ ഭഗവാൻ ആ വിഷത്തെ സ്വീകരിക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഇച്ഛിക്കുന്നതും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ അങ്ങനെ ആ വിഷത്തെ പാനം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 2. വിമദത്സു സുരാസുരേഷു ജാധാ സുരഭിസ്താം ഋഷിഷു ജ്ഞദാസ്ത്രിധാമൻ ഹയരത്നമബോധദേ ഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കെ അടുത്തതായി കാമധേനു, ഉച്ചൈശ്രവസ്, ഐരാവതം, കൽപ്പകവൃക്ഷം, അപ്സരസ്സുകൾ ഇവയുടെ ഉൽപ്പത്തി വർണ്ണിക്കുന്നതാണ് രണ്ടാമത്തെ ശ്ലോകം. വിമദത്സു സുരാസുരേഷു ജാതാ സുരഭിഹി താം ഋഷിഷു ന്യതാഹ ത്രിധാമൻ ഹയരത്നം അഭൂത് അധ ഇഭരത്നം ദ്യുതരുഹു ച അപ്സരസഃ സുരേഷു താനി. സുരാസുരേഷു ദേവന്മാരും അസുരന്മാരും വിമദത്സു നല്ലവണ്ണം മഥനം ചെയ്തുകൊണ്ടിരിക്കെ സുരഭിഹി ജാത രണ്ടാമതായിട്ട് കാമധേനു സുരഭിഹി എന്നാൽ കാമധേനു ജാത ഉണ്ടായി. ഹേ ത്രിധാമൻ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, താം അവിടുന്ന് ഋഷിഷു ന്യതാഹ ആ കാമധേനുവിനെ മഹർഷിമാർക്ക് സമർപ്പിച്ചു, അതായത് മഹർഷിമാർക്ക് കൊടുത്തു. അധ അനന്തരം ഹയരത്നം അതായത് അശ്വങ്ങളിൽ ശ്രേഷ്ഠമായ ഉച്ചൈശ്രവസ്, പിന്നീട്
ഇഭരത്നം, അതായത് ഗജങ്ങളിൽ ശ്രേഷ്ഠമായ ഐരാവതം, ശേഷം ദ്യുതരു എന്ന് വെച്ചാൽ കൽപ്പവൃക്ഷവും അഭൂത് ഉണ്ടായി. പിന്നീട് അപ്സരസഹ ച, അപ്സര സ്ത്രീകളും നമ്മൾ അവിടെ അഭൂത് എന്ന് സങ്കല്പിക്കണം. അവിടെ ആ വാക്കില്ലെങ്കിൽ കൂടിയും ഉണ്ടായി എന്നർത്ഥം വരാൻ അഭൂവൻ എന്ന് സങ്കല്പിക്കാം. പിന്നീട് താനി സുരേഷു, ആ അപ്സര സ്ത്രീകളെ അവയെ ദേവന്മാരിലും സമർപ്പിച്ചു. ഭഗവാൻ അത് ദേവന്മാർക്കും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഔചിത്യം നോക്കി, അതായത് എന്തൊക്കെ ആരിലേക്കാണ് എത്തേണ്ടത് എന്ന് നോക്കിയിട്ടാണ് ഭഗവാൻ ഓരോന്നും ഓരോരുത്തർക്ക് കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം കാളകൂട വിഷം ഉണ്ടായത് മഹാദേവനാണ് പാനം ചെയ്തത്. അതിനുശേഷം ദേവന്മാരും അസുരന്മാരും ശക്തമായ മദനം തുടർന്നുകൊണ്ടിരിക്കെ കാമധേനു ഉണ്ടായി. കാമധേനു എന്ന് വെച്ചാൽ എന്താവശ്യപ്പെട്ടാലും തരുന്ന പശുവാണ്. അപ്പോൾ ഭഗവാൻ അത് ഔചിത്യം നോക്കിയപ്പോൾ മഹർഷിമാർ സദാ ഭഗവാനിൽ സ്വയം സമർപ്പിച്ച് ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവരല്ല. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടാനായിട്ട് കാമധേനു എന്ന പശുവിനെ മഹർഷിമാർക്ക് കൊടുത്തു. അതിനുശേഷം അശ്വങ്ങളിൽ ശ്രേഷ്ഠമായ ഉച്ചൈശ്രവസ് വന്നു. ഉച്ചൈശ്രവസിനെ ഭഗവാൻ മഹാബലിക്കാണ് കൊടുത്തത്. പിന്നീട് ഐരാവതം ഉണ്ടായി. ഐരാവതത്തെ ഇന്ദ്രന് കൊടുത്തു. പിന്നീട് കൽപ്പകവൃക്ഷമുണ്ടായി. കൽപ്പവൃക്ഷത്തെ ദേവലോകത്താണ് സ്ഥാപിച്ചത്. അതിനുശേഷം അപ്സര സ്ത്രീകൾ വന്നു. അവയെയും ദേവന്മാർക്ക് കൊടുത്തു. കാരണം സ്വർഗലോകം, ദേവലോകം എല്ലാം കൊണ്ടും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതാണ്. അപ്പൊ അപ്സര സ്ത്രീകള്, അതുപോലെ തന്നെ ആ കൽപ്പകവൃക്ഷം, അതെല്ലാം ദേവലോകത്താണ് ദേവന്മാർക്കാണ് ഭഗവാൻ കൊടുത്തത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 3. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യയാം വിലോലാ സകലോപി സ്പൃഹയാം ബഭൂവ ലോകാ. പാലാഴി മദനത്തിൽ നിന്നും അടുത്തതായി ലക്ഷ്മി ദേവി അവതരിക്കുന്നു. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യ യാം വിലോലഃ സകലഃ അപി സ്പൃഹയാം ബഭൂവ ലോകഃ. ഹേ ജഗദീശ, അല്ലയോ ജഗദീശ്വര, തദാനി അപ്പോൾ, ഭവത്പര അങ്ങയിൽ അനുരക്തയും കമനീയ സുന്ദരിയുമായ ദേവി കമല ആ ലക്ഷ്മി ദേവി ബഭൂവ ഉദ്ഭവിച്ചു. സകലഹ അപി ലോകഃ ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും അമലാം ദോഷരഹിതയായ യാം അവലോക്യ ആ ദേവിയെ കണ്ടിട്ട് വിലോല മനസ്സിളകി സ്പൃഹയാം ബഭൂവ കൊതി പൂണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പാലാഴി മദനത്തിൽ നിന്നും കാമധേനു, ഉച്ചൈശ്രവസ് ഇവയെല്ലാം ഉണ്ടായതിനു ശേഷം പിന്നീട് മദനം തുടർന്നപ്പോൾ അതിൽ നിന്നും ലക്ഷ്മി ദേവിയാണ് പുറത്തു വന്നത്. അതായത് ലക്ഷ്മി ദേവി ഉണ്ടായത് തന്നെ ഭഗവാനെ വരിക്കാൻ വേണ്ടി എന്നതുപോലെ ആയിരുന്നു. അതാണ് ഭഗവാനിൽ അനുരക്തയായ ഒരു മനസ്സോടുകൂടി സുന്ദരിയായ ലക്ഷ്മി ദേവി ഉദ്ഭവിച്ചു. ആ ദോഷരഹിതയായ ലക്ഷ്മി ദേവിയെ, സർവ്വ ഐശ്വര്യങ്ങളും ഒരു സ്വരൂപത്തെ സ്വീകരിച്ചു വന്ന ആ ലക്ഷ്മി ദേവിയെ കണ്ടിട്ട് എല്ലാവരും കൊതിയോട് മനസ്സിളകി നോക്കി നിന്നു പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 4. ത്വയി ഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യധാരീത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗിർഭിരഭ്യഷിഞ്ചൻ. ഇന്ദ്രാദികൾ യഥോചിതം ആ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു. അതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്വയി ദത്തഹൃദേ തദായേവ ദേവ്യൈ ത്രിദശേന്ദ്രഃ മണിപീഠികാം വ്യധാരീത് സകല ഉപഹൃത അഭിഷേചനീയൈഃ ഋഷയഃ താം ശ്രുതിഗിർഭിഃ അഭ്യഷിഞ്ചൻ. ത്രിദശേന്ദ്രഃ ആ ദേവേന്ദ്രൻ, തദായേവ അപ്പോൾ തന്നെ,
അതായത് ആ ലക്ഷ്മി ദേവി ഉയർന്നു പുറത്തേക്ക് വന്നപ്പോൾ തന്നെ തൊയി ദത്തഹൃദേ, ഭഗവാനിൽ അർപ്പിതമായ മനസ്സോടുകൂടിയ ഹൃദയത്തോടുകൂടിയ ദേവിയെ, ആ ദേവിക്ക് മണിപീഠികാം രത്നസിംഹാസനം വ്യതാരീത് കൊടുത്തു. ഇനി ഋഷയഃ, ഋഷിമാർ സകല ഉപഹൃത, എല്ലാവരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേചനീയൈഹി, അഭിഷേക സാമഗ്രികളാൽ ശ്രുതിഗിർഭിഹി, വേദമന്ത്ര ജപസമേതം താം, ആ ദേവിയെ അഭ്യഷിഞ്ചൻ, അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി പുറത്തു വന്നപ്പോൾ ഭഗവാനിൽ അർപ്പിതമായ ഹൃദയത്തോടു കൂടിയ ദേവിക്ക് ദേവേന്ദ്രനുടൻ തന്നെ ഒരു രത്നസിംഹാസനം കൊടുത്തു. ഋഷിമാർ എല്ലാവരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളാൽ ആ വേദമന്ത്ര ജപത്തോടുകൂടി ആ ദേവിയെ അഭിഷേകവും ചെയ്തു. ശ്ലോകം 5. അഭിഷേകജലാനുപാതിമുഗ്ധ ത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്താമരാധയോന്വഭൂഷൻ. ലക്ഷ്മി ദേവിയുടെ അഭിഷേകവും അലങ്കരണവുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അഭിഷേക ജലാനുപാതി മുഗ്ധ ത്വദപാംഗൈഹി അവഭൂഷിത അംഗവല്ലീം മണികുണ്ടല പീത ചേല ഹാരപ്രമുഖൈഹി താം അമരാധയഃ അന്വഭൂഷൻ. അമരാധയഃ, ദേവന്മാർ മുതലായവർ അഭിഷേക ജലാനുപാതി, അതായത് അഭിഷേക ജലത്തിനു മുൻപേ ദേവന്മാർ മുതലായവർ ദേവിയെ അഭിഷേകത്തിനായിട്ടുള്ള ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനു മുൻപേ മുഗ്ധ ത്വദപാംഗൈ ഹി, അതായത് മനോഹരങ്ങളായ നിന്തിരുവടിയുടെ കടാക്ഷങ്ങൾ ദേവിയുടെ മേൽ ചെന്ന് പതിച്ചു. അതാണ് അഭിഷേക ജലത്തിനു മുൻപേ ചെന്ന് വീഴുന്ന മനോഹരങ്ങളായ ഭഗവാന്റെ കടാക്ഷങ്ങളാൽ അവഭൂഷിത അംഗവല്ലി, അലങ്കൃതമായ ശരീരത്തോടു കൂടിയ താം, ആ ദേവിയെ മണികുണ്ടല പീത ചേലഹാര പ്രമുഖൈഹി, മണികുണ്ടലം രത്നകുണ്ടലം, പീതം മഞ്ഞപ്പട്ട്, അതുപോലെ ഹാരപ്രമുഖൈഹി മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും അന്വഭൂഷൻ അലങ്കരിച്ചു എന്ന്. അപ്പോൾ ദേവന്മാർ ആ ജലം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നതിന് മുൻപേ തന്നെ ഭഗവാന്റെ കടാക്ഷങ്ങൾ ദേവിയിൽ ചെന്ന് പതിച്ചിരുന്നു. അങ്ങനെ മനോഹരങ്ങളായ ഭഗവാന്റെ കടാക്ഷങ്ങളാൽ തന്നെ അലങ്കരിക്കപ്പെട്ടവളായി ദേവി. അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയ ആ ദേവിയെ പിന്നീട് ദേവന്മാർ അഭിഷേക ജലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് രത്നകുണ്ടലം, മഞ്ഞപ്പട്ട്, മുത്തുമാല എന്നിവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവിയാൽ അത്രയും സൗന്ദര്യത്തോടു കൂടി ഉത്ഭവിച്ചത് തന്നെ ഭഗവാന് വേണ്ടി ആയിരുന്നു എന്നതുപോലെ ദേവി ഉത്ഭവിച്ചപ്പോൾ തന്നെ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ചിരുന്നു. ദേവി പുറത്തു വന്നപ്പോൾ തന്നെ ഭഗവാന്റെ കടാക്ഷം ദേവിയിൽ ചെന്ന് പതിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അലങ്കരിക്കപ്പെട്ട ദേവിയെ വീണ്ടും ദേവന്മാർ എല്ലാവിധ അഭിഷേകം ചെയ്ത് രത്നകുണ്ടലങ്ങൾ കൊണ്ടും മഞ്ഞപ്പട്ടുകൊണ്ടും മുത്തുമാലകൾ കൊണ്ടും വീണ്ടും അലങ്കരിച്ചു.